ഏറെ ചർച്ച ചെയ്ത ഒന്നായിരുന്നു പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ അർദ്ധരാത്രിയിലുള്ള ആ നാടകീയമായ അറസ്റ്റ്. ഒരു കൊടും കുറ്റവാളിയെ പിടികൂടാൻ പോകുന്ന ലാഘവത്തോടെ ഹോട്ടൽ മുറി വളഞ്ഞ് പോലീസ് നടത്തിയ ആ വലിയ ഓപ്പറേഷൻ മാധ്യമങ്ങളിൽ എട്ടുകോളം വാർത്തയായി നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴും. എന്നാൽ ഈ ആഘോഷങ്ങൾക്കൊന്നും അധിക ആയുസില്ല എന്നും രാഹുൽ നിഷ്പ്രയാസം നിയമത്തിന്റെ പഴുതുകളിലൂടെ രക്ഷപ്പെടുമെന്നുമാണ് മുൻ പോലീസ് മേധാവി TP സെൻകുമാർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പോലീസിനും ആഭ്യന്തര വകുപ്പിനും ഒരുപോലെ തിരിച്ചടിയാകുന്ന 10 ചോദ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നതും. കൃത്യമായി പറഞ്ഞാൽ ഒരു ജനപ്രതിനിധി ഇപ്പോൾ ജയിലിലാണ് എങ്കിലും നടപടിക്രമങ്ങളിൽ പോലീസ് കാട്ടിയ ഗുരുതരമായ വീഴ്ചകൾ കാരണം ഈ കേസ് വെറും ഒരു പ്രഹസനമായി തീരുമെന്നാണ് സെൻകുമാർ പരോക്ഷമായി തന്നെ പറയുന്നത്. ഒരു സൈക്കിക് കോഴിയെ പോലീസ് പിടികൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമപരമായ കാര്യങ്ങൾ എന്ന പരിഹാസത്തോടെയാണ് സെൻകുമാർ തന്റെ നിരീക്ഷണങ്ങൾ പങ്കുവെക്കുന്നത്. ബലാത്സംഗ പരാതിയിലെ ബാലപാഠങ്ങൾ പോലും പോലീസ് മറന്നുപോയോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. കാനഡയിൽ നിന്നും ഇമെയിൽ വഴിയാണ് പരാതി ലഭിച്ചത് എങ്കിൽ ആ പരാതിയിൽ അതിജീവിത നേരിട്ട് വന്ന് ഒപ്പിട്ടിട്ടുണ്ടോ? ഇമെയിൽ ലഭിച്ച 3-ാം ദിവസം പരാതിക്കാരെ വിളിച്ചു വരുത്താൻ പോലീസ് റിപ്ലൈ മെയിൽ അയച്ചിട്ടുണ്ടോ? നിയമപ്രകാരം ഇത്തരം നടപടിക്രമങ്ങൾ പാലിക്കാതെ എങ്ങനെയാണ് ഈ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയുക എന്ന ഗൗരവകരമായ സംശയമാണ് ഉയരുന്നത്. കേസ് രജിസ്റ്റർ ചെയ്ത് 24 മണിക്കൂറിനകം അതിജീവിതയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയോ എന്ന ചോദ്യവും പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്നു. ഒരു വൈദ്യ പരിശോധന പോലും നടത്താതെ എങ്ങനെയാണ് വകുപ്പ് 35(1) പ്രകാരം പരാതി വിശ്വാസയോഗ്യമാണ് എന്ന് പോലീസ് ഉറപ്പിച്ചത് എന്ന കനപ്പെട്ട ചോദ്യം. മുഖ്യമന്ത്രിയോട് പരാതിക്കാർ നടത്തുന്ന അവരുടെ പരാതി അതെങ്ങനെയാണ് നേരിട്ടൊരു ക്രിമിനൽ നടപടിയായി മാറുന്നത് എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ നിയമത്തിന്റെ പ്രാഥമിക പാഠങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് നടത്തിയ ഈ അറസ്റ്റ് നീക്കം കോടതിയിൽ തകർന്നു വീഴാനാണ് സാധ്യത കൂടുതൽ. രാഹുലിനെ കുടുക്കാൻ തിടുക്കം കാട്ടിയ പോലീസ് നിയമപരമായ പഴുതുകൾ അടക്കാൻ മറന്നുപോയിരിക്കുന്നു. ഇതിലൂടെ പോലീസിനെ ഇറക്കി രാഷ്ട്രീയ പകപോക്കൽ നടത്തിയ മുഖ്യമന്ത്രിക്കും CPM-നും കനത്ത തിരിച്ചടിയാണ് വരാനിരിക്കുന്നത്. ഈ നിയമലംഘനങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷ്പ്രയാസം പുറത്തിറങ്ങുമെന്നും പോലീസ് വെറുതെ നാണം കെടേണ്ടി വരുമെന്നും മുൻ DGP തന്നെ വ്യക്തമാക്കുമ്പോൾ ഇത് സർക്കാരിന്റെ വമ്പൻ പരാജയങ്ങളുടെ ലിസ്റ്റിൽ ഒന്നാമതായി മാറും.